ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവന് മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവള് മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ വാനസക്തൻ, സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേവ തിന്നാലായിരവും മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ, എന്തൊരു കഷ്ടമോർത്താൽ. എന്നതു കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ, എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളത് കേട്ട് രാവണനോടു, യാതുധാനാധിപതയെ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്ന് ഗൗതമീതടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ട് ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം, വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ. തോൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോടു ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വംക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ, കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയായാൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേയം. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതിമായ ആ ബാലന്മാരെ മോഹനഗാത്രിയെ തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങ കമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ. ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്നു ഭൂതലെ രഘുകുലെ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സ് നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും. യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ.
തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാരാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവുമുദയാദ്രിമൂർത്തിനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതപാരാവാരപാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാരഗൗരവത്തോടും മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും ഒരു വീടിന മാരീചനും ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാൽ എന്നുടെ ഭഗിനി തൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കെട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നീടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൊന്നീടുവൻ. നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി ഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ, ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോട് അവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ. മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാം. പോയാലും പുരംബുക്കു സുഖിച്ചു വസിക്ക നീ. മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചെന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാദാനരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തീലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നീടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ട് ഇന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു മാരീചനും.
നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം കൊണ്ട് പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസ രാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിഗന്ധരൻ തേരിൽ അമ്മാറുകരേറിനാൻ, ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിൽ ഉൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ, കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാസീതയെ പർണശാലയിൽ നിർത്തിയിരണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ, രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നീടേണം ജഗദാശ്രയഭൂതേ സീതേ, ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായും. അപ്പോൾ മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രഘുവരനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിത് അത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തെങ്കിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം, രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിയിലയല്ലോ
രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടപ്പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നും അൽപ്രാണത്യാഗം ജീവൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്ക് നാശമടുത്തിരിക്കുന്നിതു പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡീ. ധിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയദ്ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായ അവതരിച്ചീടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായ ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം. മായാസീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനേ കമനീയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നത് എന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയത് കേട്ടുര ചെയ്തിടിനാൾ. മേദിനീപതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുതവീരൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണൻ എന്നു നാമം. ഞങ്ങൾ മൂവരും വിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിന് പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവഴിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനാ എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായി എന്തവലോക സുന്ദരി നാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചെന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം. 20 മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരതിലെടുത്തു വച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദശാസ്യനും. ഹാഹാ രാഘവ രാമാ സൗമിത്രേ കാരുണ്യാബ്ധേ. ഹാഹാ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു പുത്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികൾ ഇളകുന്നു വിദ്രുതം അതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു.
തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രി പുത്രിയെത്തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലൊറ്റവരായിട്ടെന്നോർ തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവാജകന്നായകാതയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത് ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ല എനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ. കൗണപാധിമൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നീടിനാനതു നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം ആദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന കതാരിൽ സ്മൃത്വ കീഴ്പോട്ടു നിക്ഷേപിച്ചത് സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയുമുത്തീര്യ തൻ വത്തനം ഗത്വാദൂർണം. ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ. ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പരിപാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു തന്റെ വസ്ത്യം ഉൾപ്പൊക്കു വസിച്ചീടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിഭൃത്യമാശ്രിത്യ വസിച്ചീടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ജരകുലനാരികളുടെ മധ്യേ നീഹാര ശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേവരു. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ. എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മത്തോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന അകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു. ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്ക് എന്തോ ഒന്നരുതാത്ത തോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി.
ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ, ശീഘ്രം ഹാ ഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാജിത്തമോഹവും വേണ്ട, സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതം ഇതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ എന്നോട് പലതരം. ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി. എന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രേ നീ, ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാംബരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകി ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മാനുഷ്യഭാവേന ദുഃഖിച്ചീടിനാൻ. കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നുകൊണ്ടും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.